How are you all? Fine. Today we are going to learn GK. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് GK ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? Last class we learned the lesson India quiz. ഇന്ത്യയെ കുറിച്ചുള്ള കുറച്ച് ക്വിസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ ക്വിസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ലെസൺ ആണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. എന്താണ്? അതിൽ കുറേ റൈംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, കുറേ റൈംസ് ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇതെന്താണ്? പണ്ട് കാലത്തെ കുട്ടികൾ പാടി നടന്ന റൈംസ് ആണ്. ഫേമസ് ആയിട്ടുള്ള കുറച്ച് റൈംസ് ആണ്. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയാലോ? അപ്പോൾ ഇതിൽ ഹാർഡ് വേർഡ്സ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ റൈംസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ. ഹിഗിലടി പിഗിലടി ലെസന്റെ പേരാണ് കേട്ടോ. ഹിഗിലടി പിഗിലടി. Here are some lines from classic rhymes that children love to recite. Filling the blanks to complete them. Use the clues given below. ക്ലാസിക് റൈംസ് ആണ്. കുട്ടികൾ പാടി നടന്ന ക്ലാസിക് റൈംസ് ആണ്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യാനുണ്ട്. കുറച്ച് വേർഡ്സുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ വേർഡ്സുകൾ എന്താണ്? നമുക്ക് ക്ലൂസ് തന്നിട്ടുണ്ട്. ക്ലൂസ് നോക്കി ഇവിടെ എഴുതണം. ഓക്കെ, അപ്പം ടീച്ചർ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. Dash protector was dressed all in green. Dash protector was sent to the queen. അപ്പോൾ ഇവിടെ മിസ്സിംഗ് വേർഡ് ഏതാണെന്ന് നോക്കണം. ഹെക്ടർ, HECTOR. അപ്പോൾ ഹെക്ടർ ഇവിടെ എഴുതണം. ഹെക്ടർ ഇവിടെ എഴുതണം. ഹെക്ടർ പ്രൊട്ടക്ടർ വാസ് ഡ്രസ്ഡ് ഓൾ ഇൻ ഗ്രീൻ. വീണ്ടും എന്താണ്? ഹെക്ടർ ആണ് എഴുതാനുള്ളത്. ഇവിടെയും എന്താണ്? ഹെക്ടർ ആണ് എഴുതണം. ഹെക്ടർ പ്രൊട്ടക്ടർ വാസ് സെൻഡ് ടു ദ ക്വീൻ. ഈ റൈം നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ചു തരാം. Hector protector was dressed all in green. Hector protector was sent to the queen. The queen did not like him. No more did the king. So Hector protector was sent back again. Tweedledum and Dash agreed to have a battle, for Tweedledum said Dash had spoiled his nice new rattle. അപ്പോൾ എന്താണ്? ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ വേർഡ് മിസ്സിംഗ് ആണ്. അത് ഏത് വേർഡാണെന്ന് നോക്കാം. അതിൻ്റെ വേർഡ് ഇവിടെ ഉണ്ട്. ട്യൂഡിൽഡി, TWEEDLEDEE, ട്യൂഡിൽഡി. Tweedledum and Tweedledee agreed to have a battle, for Tweedledum said Tweedledee had spoiled his nice new rattle. അപ്പോൾ ഇവിടെ എന്താണ് എഴുതാനുള്ള വേർഡ്? ട്യൂഡിൽഡി. ഇവിടെ രണ്ടിടത്തും എഴുതണം. എന്നിട്ട് റൈം കേൾക്കണം. റൈം കേൾപ്പിച്ച് തരാം. Tweedledee-dum and Tweedledee-dee agreed to have a battle, for Tweedledee-dum said Tweedledee-dee had spoiled his nice new rattle. Just then flew down a monstrous crow as black as a tar barrel, which frightened both the heroes so they quite forgot their quarrel. Dash Dumpty sat on a wall. Dash Dumpty had a great fall. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഹംടി. ഹംടി സ്പെല്ലിംഗ് ഇവിടെ ഉണ്ട്. HUMPTY. ഹംടി ഡംറ്റി sat on a wall. ഹംടി ഡംറ്റി had a great fall. അപ്പോൾ ഇവിടെ എന്താണ്? ഹംടി. ഇവിടെ രണ്ടിടത്ത് ഹംടി എഴുതണം. അപ്പോൾ ആ പാട്ട് കേൾക്കാം. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the king's men couldn't put Humpty together again. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the king's men couldn't put Humpty together again.
sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the king's men couldn't put Humpty together again. Georgie dashed pudding and pie, kissed the girls and made them cry. Handy Spandy dash, loved plum cake and sugar candy. ഇത് ഒരു റൈമാണ്. അപ്പോൾ ഇതിൽ മിസ്സിംഗ് വേർഡ്സ് നോക്കാം. ജോർജി ഡാഷ് പുഡിംഗ് ആൻഡ് പൈ. ജോർജി ജാക്കെ ഡാൻഡി. ജാക്കെ ഡാൻഡി എന്ന് ഇവിടെ എഴുതണം. ഓക്കെ. Kissed the girls and made them cry. Next, handy spandy dash. Handy spandy jackie dandy. Jackie dandy loved plum cake and sugar candy. അപ്പോൾ എന്താണ് രണ്ട് വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ജാക്കെ ഡാൻഡി. ഇവിടെ ജാക്കെ ഡാൻഡി എഴുതണം, അതുപോലെ ഇവിടെയും ജാക്കെ ഡാൻഡി എഴുതണം. റൈംസ് കേൾപ്പിച്ച് തരാം. Georgie porgy pudding and pie, kissed the girls and made them cry. When the boys came out to play, Georgie porgy ran away. Georgie porgy pudding and pie, kissed the girls and made them cry. When the boys came out to play, Georgie porgy ran away. Georgie porgy pudding and pie, kissed the girls and made them cry. When the boys came out to play, Georgie porgy ran away. Next, as Tommy, Snooks and Dash, we walking out on Sunday. Says Tommy Snooks to Dash, tomorrow will be Monday. അപ്പോൾ ഈ റൈമ് ഇതിൻ്റെ വേർഡുകൾ നോക്കാം, മിസ്സിംഗ് വേർഡ്സുകൾ നോക്കാം. ഈ റൈമിൻ്റെ മിസ്സിംഗ് വേർഡ്സ്. ഓക്കെ, 6th റൈമാണ്. ബെസ്സി ബ്രൂക്സ്. ഏതാണ് വേർഡ് ഇവിടെ? ബ്രസി ബ്രൂക്സ്. BESSIE BROOKS. ബെസ്സി ബ്രൂക്സ്. അപ്പോൾ ഇതെന്താണ്? ആസ് ടോമി സ്നൂക്സ് ആൻഡ് ബെസ്സി ബ്രൂക്സ് were walking out one Sunday, says Tommy Snooks to Bessie Brooks, tomorrow will be Monday. Okay, ആ റൈം കേൾപ്പിച്ചു തരാം. As Tommy Snooks and Bessie Brooks were walking out one Sunday, says Tommy Snooks to Bessie Brooks, tomorrow will be Monday. As Tommy Snooks and Bessie Brooks were walking out one Monday, says Bessie Brooks to Tommy Snooks, Tomorrow will be Tuesday. As Tommy Snooks and Bessie Brooks were walking out one Tuesday, says Tommy Snooks to Bessie Brooks, Tomorrow will be Wednesday. As Tommy Snooks and Bessie Brooks were walking out one Wednesday, says Bessie Brooks to Tommy Snooks, Tomorrow will be Thursday. As Tommy Snooks and Bessie Brooks were walking out one Thursday, says Tommy Snooks to Bessie Brooks, Tomorrow will be Friday. As Tommy Snooks and Bessie Brooks were walking out one Friday, says Bessie Brooks to Tommy Snooks, Tomorrow will be Saturday. As Tommy Snooks and Bessie Brooks were walking out one Saturday, says Tommy Snooks to Bessie Brooks, Tomorrow will be Sunday. As Tommy Snooks and Bessie Brooks were walking out one Sunday, says Tommy Snooks to Bessie Brooks, Tomorrow will be Monday.
അപ്പോൾ എല്ലാ റൈമും നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ റൈം പഠിക്കണം കേട്ടോ, പാടാൻ പഠിക്കണേ. അല്ലാതെ പിന്നെ നോട്ട്സ് ഒന്നുമില്ല ഇതിൽ, പാടാൻ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ചിൽഡ്രൻ, ബൈ. Good morning, my dear butterflies. How are you? Okay, fine. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ബീം ആൻഡ് ബഫലോയിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്തു, ടീച്ചർ നോട്ടൊക്കെ കണ്ടായിരുന്നു. then നമുക്ക് ബാക്കി ആക്ടിവിറ്റീസിലോട്ട് പോയാലോ? ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ. Okay, all of you take your textbook, page number 17 എടുക്കൂ. page number 17 നോക്കൂ. vocabulary, read these sentences. നോക്കൂ, താഴെ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. 2 സെൻറ്റൻസ് ടീച്ചർ വായിക്കാം. Beam had 2 buffaloes. Beam had 2 buffaloes. He decided to sell one of them. He decided to sell one of them. നോക്കൂ, the words two and two sound the same but they have different meaning. നോക്കിയേ, മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ 2 കണ്ടോ? TWO2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഇവിടെ ബീം ഹാഡ് 2 ബഫല്ലോ. ബീമിന് 2 ബഫല്ലോ ഉണ്ടെന്നാണ്. ഇവിടെ നോക്കൂ, ഹി ഡിസൈഡഡ് ടു സെൽ വൺ ഓഫ് ദം. അവൻ എന്താണ്? ബീം അതിലൊന്നിനെ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. കണ്ടോ? ഇതാണ് സെൻറ്റൻസ്. നോക്കൂ, ദെൻ താഴെ നോക്കിയേ, ദ വേർഡ്സ് 2 and 2. 2 എന്ന് പറയുന്നതും സൗണ്ട് സെയിം ആണ് അല്ലേ? 2 സൗണ്ട് ഈസ് സെയിം ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്. നോക്കൂ, 2 എന്നും പറയുന്നത് സൗണ്ട് ഡിഫറെൻ്റ് അല്ല, സെയിം ആണ്. പക്ഷേ അതിൻ്റെ മീനിങ്സ് നോക്കുമ്പോൾ എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? ഡിഫറെൻ്റ് ആണ്. നോക്കൂ, യു ക്യാൻ സീ ദ സീ ഫ്രം ഹിയർ. സീ എന്ന് പറയുന്നത് കാണുക. ഇവിടുത്തെ സി എന്ന് പറയുന്നത് കടലാണ് അല്ലേ? അപ്പോൾ സെയിം ആയിട്ട് സൗണ്ട്സ് സെയിം ആയിട്ട് വരും, ബട്ട് എന്താണ്? മീനിങ് വരുമ്പോൾ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. കണ്ടോ? ഇങ്ങനത്തെ സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? യു ഹാവ് സീ ദ സീ ഫ്രം ഹിയർ. സീ എന്ന് പറയുന്നത് കാണുക, സീ കടൽ. കണ്ടോ? സെയിം ആണ് പറയുമ്പോൾ, സെയിം സൗണ്ട് ആണെങ്കിലും മീനിങ് നോക്കുമ്പോൾ എന്താണ്? ഡിഫറൻസ് വരുന്നു. Words that sound the same but have different meanings and different spelling are called homophones. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഹോമോഫോൺസ് ആണ്. എന്താണ് ഹോമോഫോൺസ്? എന്താ പറയുന്നത്? സൗണ്ട് ഒരുപോലെ സൗണ്ടായിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് മീനിങ്ങും എന്താണ്? വ്യത്യസ്തമായ അർത്ഥവും പിന്നെ സ്പെല്ലിങ്സിലും വ്യത്യാസം വരും അല്ലേ? ഇതിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹോമോഫോൺസ്? വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ്. ഡിഫറെൻറ്റ് സ്പെല്ലിങ്ങും ഡിഫറെൻറ്റ് മീനിങ്ങുമാണ്, പക്ഷേ സൗണ്ട് സെയിം ആയിരിക്കും. ഇതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. റൈറ്റ് ദ വേർഡ്സ് ഇൻ ദെയർ പ്രോപ്പർ പ്ലേസസ്. നോക്കൂ, താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ വേർഡ്സും ഉണ്ട് അല്ലേ? അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ടു സ്പീക്ക് ഡാഷ് ഇൻ ദ ക്ലാസ്. നോക്കൂ, ബ്രാക്കറ്റിൽ അലൗഡ് തന്നിട്ടുണ്ട്. അലൗഡ് ഏതാണ് മാച്ച് ആവുന്ന? ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു സ്പീക്ക് അലൗഡ് ഇൻ ദ ക്ലാസ്. അലൗഡ് ഇവിടെ വരും കേട്ടോ, ഈ സ്പേസിലാണ് അലൗഡ് വരുന്നത്. ടു ദ സ്പീക്ക് അലൗഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. സം പീപ്പിൾ ഡോണ്ട് റൈറ്റ് വിത്ത് ദെയർ റൈറ്റ്. നോക്കൂ, സം പീപ്പിൾ ഡോണ്ട് ഡാഷ്. കണ്ടോ? ഡാഷ് വിത്ത് ദെയർ ഡാഷ് ഹാൻഡ്. ഇവിടെ നോക്കൂ, ബ്രാക്കറ്റിൽ റൈറ്റ് എഴുതുക എന്നുള്ള മീനിങ് ഉണ്ട്, റൈറ്റ് എന്നുണ്ട് അല്ലേ? റൈറ്റ്. സം പീപ്പിൾ ഡോണ്ട് റൈറ്റ്. കണ്ടോ? റൈറ്റ് ദെയർ. ചില ആൾക്കാർ ഡോണ്ട് റൈറ്റ് വിത്ത് ദെയർ റൈറ്റ് ഹാൻഡ്സ് യൂസ് ചെയ്യില്ല അല്ലേ? അപ്പോൾ നോക്കൂ, റൈറ്റ്, WRITE, റൈറ്റ് വിത്ത് ദെയർ റൈറ്റ് ഹാൻഡ്. ഇവിടെയാണ് റൈറ്റ് വരുന്നത്. RIGHT, റൈറ്റ് ഇവിടെയാണ് വരുന്നത്, റൈറ്റ് ഹാൻഡ്. കണ്ടോ? സം പീപ്പിൾ ഡോണ്ട് റൈറ്റ് വിത്ത് ദെയർ റൈറ്റ് ഹാൻഡ്. നെക്സ്റ്റ് തേർഡ് വൺ നോക്കിയേ. ഐ കാൺട്ട് ഡാഷ് ദ ടീച്ചർ ഫ്രം ഡാഷ്. കണ്ടോ? ഇതാണ് സെൻറ്റൻസ്. ബ്രാക്കറ്റിൽ ഹിയർ
കണ്ടോ, ഐ കാൺട്ട് ഹിയർ. ഐ കാൺട്ട് ഹിയർ ദ ടീച്ചർ ഫ്രം ഡാഷ്. ഇവിടെ എന്താണ്, ഹിയർ വരും അല്ലേ, HERE, ഹിയർ. ഐ കാൺട്ട് ഹിയർ ദ ടീച്ചർ ഫ്രം ഹിയർ എന്നാണ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, ഫോർത്ത് വൺ നോക്കൂ. ഡാഷ് ഓഫ് ദ ഗേൾസ് ഡാഷ് എ പ്രൈസ്. ഡാഷ് ഓഫ് ദ ഗേൾസ് ഡാഷ് എ പ്രൈസ്. നോക്കൂ, എന്താ, 1 എന്നും തന്നിട്ടുണ്ട്, ഓണും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ്, 1 ഓഫ് ദ ഗേൾ ഡാഷ് എ പ്രൈസ്, ഓൺ എ പ്രൈസ്. കണ്ടോ 1 ഓഫ് ദ ഗേൾ won a prize. നോക്കൂ, ഫിഫ്ത്ത് വൺ. ദ ഡാഷ് ഡാഷ് എ സാലാഡ്. ഡാഷ് ഡാഷ് എ സാലാഡ്. ബ്രാക്കറ്റിൽ മെയ്ഡും ഉണ്ട് അല്ലേ, മെയ്ഡും. ഏതാണ് സ്യൂട്ടബിൾ? ദ മെയ്ഡ് എ സലാഡ്. കണ്ടോ, ഈ മെയ്ഡ് എ സലാഡ്. ഇതുപോലെ നീറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്ത് എല്ലാവരും എഴുതണം. നെക്സ്റ്റ് നോക്കൂ. റൈറ്റ് ദ മിസ്സിംഗ് വേർഡ് ടു മേക്ക് ഹോമോഫോൺ പെയേഴ്സ്. കുറച്ച് വേർഡ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവിടെ കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടല്ലേ, കുറച്ച് സ്പേസ് തന്നിട്ടുള്ളത്. നമ്മൾ ഹോമോഫോൺ പെയേഴ്സ് കണ്ടുപിടിച്ച് എഴുതണം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നോക്കൂ, സൺ, SON, സൺ. കണ്ടോ, സൺ. അതിൻ്റെ ഹോമോഫോൺ സൺ എന്തായിരിക്കും? സണ്ണ് വരും അല്ലേ. സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ. ഈ SUN സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അതെ. അപ്പോൾ സണ്ണും സണ്ണും. കണ്ടോ. നെക്സ്റ്റ് നോക്കൂ, ഡിയർ. സൗണ്ട്സ് എന്താണ്? ഒരുപോലെ വരും, പക്ഷേ മീനിങ്ങും സ്പെല്ലിങ്സും എന്താണ്? വേറെ ആയിരിക്കും അല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിയർ എഴുതണം. നെക്സ്റ്റ് നോക്കൂ, ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം, തലമുടി അല്ലേ, ഹെയർ. ഇവിടെ നോക്കിയേ, ഹെയർ. നോക്കൂ, എഴുതുമ്പോൾ എന്താണ്, സൗണ്ട്സ് ഒരുപോലെയാണ്. നമ്മൾ പറയുമ്പോൾ ഹെയർ എന്ന് പറയുന്നു, ബട്ട് നമ്മൾ എഴുതുമ്പോൾ ഉള്ള സ്പെല്ലിങ് നോക്കിയേ, ഡിഫറൻസ് ഉണ്ടല്ലേ. ദെൻ നോക്കൂ, നെക്സ്റ്റ് വൺ നോക്കൂ, ഐ. അതിൻ്റെ പേരായിട്ട് വരുന്നത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് അല്ലേ, EYEI. നോക്കൂ, ഹോമോഫോൺ പെയർ ഐ. കണ്ടോ, ഐ ആണ് വരുന്നത്. അടുത്ത് നോക്കൂ, ബൈൻ്റെ ഹോമോഫോൺ പെയർ ബൈ ആണ്. BUY, ബൈ. ഇത് BYE, ബൈ. നമ്മൾ പറയുന്ന ബൈ അല്ലേ, ബൈ പറയത്തില്ലേ, ബൈ ആണ്. അപ്പോൾ ബൈ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഗ്രാമർ പോർഷനാണ് അല്ലേ, ഗ്രാമർ. ആൻഡ് ലുക്ക് അറ്റ് ദ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഇൻ ദ ടേബിൾ ബിലോ. നോക്കിയേ, താഴെ ടേബിളിൽ കുറച്ച് ഫ്രേസസും സെൻറ്റൻസസും ആണ് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, രാജ് പ്ലസ് ലൈല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആൻഡ് ചേർത്ത് നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, രാജ് പ്ലസ് ലൈല. എങ്ങനെയാ സെൻറ്റൻസ്? രാജ് ആൻഡ് ലൈല, രാജും ലൈലയും അല്ലേ. രാജ് ആൻഡ്, നമ്മൾ ആൻഡ് ആണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ. നെക്സ്റ്റ് നോക്കിയേ, സ്മൂത്ത് പ്ലസ് ഷൈനി. എങ്ങനെ ആൻഡ് ചേർത്ത് എഴുതും? സ്മൂത്ത് ആൻഡ് ഷൈനി. റെഡ് ആപ്പിൾസ് പ്ലസ് യെല്ലോ മാംഗോസ്. റെഡ് ആപ്പിൾസ് ആൻഡ് യെല്ലോ മാംഗോസ്. റെഡ് ആപ്പിളും യെല്ലോ മാംഗോയും, മഞ്ഞ മാംഗോസും അല്ലേ. നോക്കിയേ, ഭീം വാസ് ഹംഗ്രി ലെസ് ഭീം വാസ് ടയേർഡ്. ഭീം ഹംഗ്രി ആണ്, ഭീം വാസ് ടയേർഡും ആണ് അല്ലേ. അപ്പം എങ്ങനെയാണ് സെൻറ്റൻസ് പോകുന്നത്? ഭീം വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. നോക്കൂ, ദേ ഹാഡ് ഡിന്നർ പ്ലസ് ദേ വെൻറ്റ് ടു ബെഡ്. എങ്ങനെയാകും? ദേ ഹാഡ് ഡിന്നർ ആൻഡ് വെൻറ്റ് ടു ബെഡ്. കണ്ടോ. നെക്സ്റ്റ് നോക്കിയാൽ, ഭീം സോൾഡ് ദ ഹെൻ ഫോർ എ ഫ്യൂ റുപ്പീസ് പ്ലസ് ഭീം ബോട്ട് സം ഫുഡ് വിത്ത് ദ മണി. ഭീം എന്ത് ചെയ്തു? ഹെന്നിനെ കൊടുത്തു. കുറച്ച് ഫ്യൂ റുപ്പീസിനാണ് ഹെന്നിനെ കൊടുത്തത്. പിന്നെ എന്ത് ചെയ്തു? ഫുഡ് വാങ്ങി അല്ലേ, സം ഫുഡ് വിത്ത് മണി. ആ കാശ് കൊടുത്ത് ഭീം ഫുഡ് വാങ്ങി. സെൻറ്റൻസ് നമുക്ക് ആൻഡ് ചേർത്ത് എഴുതണം അല്ലേ. ഭീം സോൾഡ് ദ ഹെൻ ഫോർ എ ഫ്യൂ റുപ്പീസ് ആൻഡ് ബോട്ട് സം ഫുഡ് വിത്ത് ദ മണി. കണ്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഭീം ഹെൽപ്ഡ് എ ബെഗർ പ്ലസ് ഗോഡ് റിവാർഡഡ് ഹിം.
ആൻഡ് ചേർത്ത് എഴുതണം അല്ലേ. ഭീം ഹെൽപ്പഡ് എ ബെഗർ ആൻഡ് ഗോഡ് റിവാർഡഡ് ഹിം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ നമ്മൾ ആൻഡ് ചേർത്ത് എഴുതാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ആൻഡ് ജോയിൻസ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. നോക്കൂ, ആൻഡ് ജോയിൻസ്. ആൻഡ് എഴുതുന്നതിലൂടെ എന്തൊക്കെയാണ് ജോയിൻ്റ്? ഒരു വേർഡ് കംപ്ലീറ്റ് ആകുന്നു, ഫ്രേസസ്, പിന്നെ അത് സെൻറ്റൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ചേർത്തൊരു സെൻറ്റൻസ് എഴുതാം. അതായത് സെൻറ്റൻസിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കണ്ടോ, ആൻഡ് യൂസ് ചെയ്ത്. എ വേർഡ് ദാറ്റ് ജോയിൻസ് അതർ വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഈസ് കോൾഡ് എ കൺജക്ഷൻ. എന്താണ് കൺജക്ഷൻ? എ വേർഡ് ദാറ്റ് ജോയിൻസ് അതർ വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഈസ് കോൾഡ് എ കൺജക്ഷൻ ഓർ ജോയിനിങ് വേർഡ്. നോക്കൂ, ഭീം വാസ് ഹംഗ്രി ആൻഡ് ഭീം വാസ് ടയേർഡ് എന്ന് നമുക്കൊരു സെൻറ്റൻസ് തരുവാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? റിപ്പീറ്റേഷൻ വേണ്ട അല്ലേ. ഹെൽപ്പ് ആസ് അവോയ്ഡിങ് റെപ്പിറ്റേഷൻ അല്ലേ. ഭീം വാസ് ഹംഗ്രി ആൻഡ് ഭീം വാസ് ടയേർഡ് എന്ന് നമുക്ക് പറയണ്ട. എങ്ങനെ പറയാം നമുക്ക്? ഭീം വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. ഓക്കെ, ദേ ഹാഡ് ഡിന്നർ ആൻഡ് ദേ വെൻറ്റ് ടു ബെഡ്. കണ്ടോ, ഇവിടെ റെപ്പിറ്റേഷൻ വേണ്ട. ദേ എന്നുള്ള റെപ്പിറ്റേഷൻ വേണ്ട. എങ്ങനെയാണ് നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ ആൻഡ് ചേർത്ത് എഴുതാം? ദേ ഹാഡ് ഡിന്നർ ആൻഡ് വെൻറ്റ് ടു ബെഡ്. നെക്സ്റ്റ് നോക്കൂ, ഭീം സോൾഡ് ദ ഹെൻ ഫോർ എ ഫ്യൂ റുപ്പീസ് ആൻഡ് ഭീം ബോട്ട് സം ഫുഡ് വിത്ത് ദ മണി. എന്താണ്? ഭീം സോൾഡ് ദ ഹെൻ ഫോർ എ ഫ്യൂ റുപ്പീസ് ആൻഡ് ചേർക്കുമ്പോൾ നമുക്ക് ഭീം റിപ്പീറ്റ് ചെയ്യേണ്ട. കണ്ടോ, ഭീം എന്ന ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ വരണ്ട. അപ്പോൾ ഫ്യൂ റുപ്പീസ് ആൻഡ് ബോട്ട് സം ഫുഡ് വിത്ത് ദ മണി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിലൂടെ എന്താണ് നമുക്ക് ഹെൽപ്പാകുന്നത്? അവോയ്ഡിങ് റെപ്പറ്റീഷൻ. അതായത് ഒരു വേർഡ് തന്നെ പിന്നെയും ഒരു സെൻറ്റൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് ഉള്ള ചാൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം ആൻഡ് ചേർത്താൽ. ഓക്കെ, നോക്കൂ, ജോയിൻ ദ ഫോളോയിങ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. നോക്കൂ, ഇവിടെ ഒരു കുറച്ച് വേർഡ്സ്, സെൻറ്റൻസ്, ഫ്രേസസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ജോയിൻ ചെയ്ത് ആൻഡ് അതിൽ ചേർത്ത് നമുക്ക് സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യണം. നോക്കൂ, ടോൾ ഡാർക്ക്. കണ്ടോ, എങ്ങനെ നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം? ടോൾ ആൻഡ് ഡാർക്ക്. കണ്ടോ, ടോൾ ആൻഡ് ഡാർക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, റീഡ് റൈറ്റ്. എങ്ങനെ എഴുതാം? റീഡ് ആൻഡ് റൈറ്റ് അല്ലേ. ആൻഡ് ചേർത്ത് എഴുതുക, റീഡ് ആൻഡ് റൈറ്റ്. നെക്സ്റ്റ് നോക്കൂ, ബ്രൈറ്റ് ഡേ റെയിനി ഡേ. ബ്രൈറ്റ് ഡേ റെയിനി നൈറ്റ്. ബ്രൈറ്റ് ഡേ റെയിനി നൈറ്റ്. ബ്രൈറ്റ് ഡേ ആൻഡ് റെയിനി നൈറ്റ് എന്ന് എഴുതാം അല്ലേ, ആൻഡ് ചേർത്ത്. നെക്സ്റ്റ് നോക്കൂ, റഹീംസ് ക്രയോൺസ് നടാഷാസ് പെൻസിൽ. റഹീംസ് ക്രയോൺസ് നടാഷാസ് പെൻസിൽ. നെക്സ്റ്റ് നോക്കൂ, ദ ടീച്ചർ ഈസ് സിറ്റിംഗ്, ദ ടീച്ചർ ഈസ് ടോക്കിംഗ്. The hall was empty, we got seat in the front now. നോക്കൂ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ആൻഡ് ചേർത്ത് എഴുതുക. എങ്ങനെ? റഹീംസ് ക്രയോൺസ് നടാഷാസ് പെൻസിൽ. ആൻഡ് ചേർക്കുമ്പോൾ ഈസി അല്ലേ. റഹീംസ് ക്രയോൺസ് ആൻഡ് നടാഷാസ് പെൻസിൽ. നെക്സ്റ്റ് അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. നോക്കൂ, നോട്ട് ബുക്ക് വർക്ക് നോക്കാം നമുക്ക്. റൈറ്റ് ദ മിസ്സിംഗ് വേർഡ് ടു മേക്ക് ഹോമോഫോൺ പെയേഴ്സ്. അപ്പോൾ നമ്മൾ ഹോമോഫോൺ പെയേഴ്സ് പഠിച്ചായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഹോമോഫോൺ പെയേഴ്സ്? സെയിം ആയിട്ട് സൗണ്ട് സെയിം ആയിട്ട് വരും, ബട്ട് എന്താണ് സ്പെല്ലിങ്ങും മീനിങ്ങും നോക്കുമ്പോൾ എന്താണ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ നോക്കിയേ, സൺ എന്താണ്? സൺ അല്ലേ. അപ്പോൾ ഡിയർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഹെയർ എന്താണെന്ന് എഴുതുക, ഹോമോഫോൺ സൗണ്ട്. ഐ എന്താണെന്ന് എഴുതുക, ബൈ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ജോയിൻ ദ ഫോളോയിങ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ് യൂസ് ചെയ്ത് നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ. ടോൾ ഡാർക്ക്. എന്താണ്? ടോൾ ആൻഡ് ഡാർക്ക്. റീഡ് ആൻഡ് റൈറ്റ്. നോക്കൂ, നെക്സ്റ്റ് ബ്രൈറ്റ് ഡേ റെയിനി ഡേ. എന്താണ് എഴുതാൻ? സ്വന്തമായിട്ട് എഴുതുക, ബ്രൈറ്റ് ഡേ ആൻഡ് റെയിനി നൈറ്റ്. കണ്ടോ, നോക്കിയേ, റെയിനി നൈറ്റ് അല്ലേ. നോക്കൂ, നെക്സ്റ്റ് റഹീംസ് ക്രയോൺസ് നഡേഷാസ് പെൻസിൽ. എങ്ങനെയാണ് ആൻഡ് ചേർത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ദെൻ നോക്കിയേ, ലാസ്റ്റ് വൺ, ദ ടീച്ചർ ഈസ് സിറ്റിംഗ്, ദ ടീച്ചർ ഈസ് ടോക്കിംഗ്. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, the hall was empty, we got seats in the front row. The hall was empty, we got seats in the front row. എങ്ങനെയാണ് ആൻഡ് ചേർത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി കാണിക്കുക. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഹൗ ആർ യു? ഓക്കെ, ഫൈൻ. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് അല്ലേ. നമ്മൾ എന്തായിരുന്നു സോഷ്യൽ സയൻസിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ദ യൂണിവേഴ്സ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ.
ചാപ്റ്റർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു? ടിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ടിക്ക് ചെയ്തായിരുന്നു. ഇതിൽ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്തു. ടീച്ചർ നോട്ടൊക്കെ കണ്ടായിരുന്നു എല്ലാവരുടെയും. ഇനി നമുക്ക് ബാക്കി ആക്ടിവിറ്റീസിലോട്ട് പോയാലോ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 125 എടുത്തേ. 125. ഓക്കെ, then നോക്കിയേ ക്വസ്റ്റ്യൻ സി. ആൻസർ ഇൻ 1 വേർഡ് ഓർ എ ഫ്യൂ വേർഡ്സ്. നോക്കൂ, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 1 വേർഡിലോ ഒരു കുഞ്ഞു സെൻറ്റൻസിലോ നമ്മൾ ആൻസർ എഴുതുക. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്. വാട്ട് ആർ കോമറ്റ്സ് കോൾഡ്? വാട്ട് ആർ കോമറ്റ്സ് കോൾഡ്? കോമറ്റ്സിന് പറയുന്ന പേരെന്താണ്? ടെയിൽഡ് സ്റ്റാർസിനെയാണ് നമ്മൾ കോമറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? ടെയിൽഡ് സ്റ്റാർസ്. വാട്ട് ആർ കോമറ്റ്സ് കോൾഡ്? ആൻസർ എന്താണ്? ടെയിൽഡ് സ്റ്റാർ, വാൽ നക്ഷത്രങ്ങൾ അല്ലേ? ആൻസർ ടെയിൽഡ് സ്റ്റാർസ്. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് പ്ലാനറ്റ്സ്? പ്ലാനറ്റിന് പറയുന്ന വേറൊരു പേരെന്താണ്? വാണ്ടറേഴ്സ്. വാണ്ടറേഴ്സ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് പ്ലാനറ്റ്സ്? വാണ്ടറേഴ്സ്. നോക്കൂ, തേർഡ് വൺ. വിച്ച് പ്ലാനറ്റ് ഡസ് നോട്ട് സ്പിൻ അപ്രൈറ്റ്? നോക്കിയേ, വിച്ച് പ്ലാനറ്റ് ഡസ് നോട്ട് സ്പിൻ അപ്രൈറ്റ്? ഏത് പ്ലാനറ്റ് ആണത്? യുറാനസ്. ആൻസർ എന്താണ്? യുറാനസ്. ഇവിടെ എന്താ എഴുതേണ്ടത്? യുറാനസ് എന്ന് എഴുതുക. ഫോർത്ത് വൺ നോക്കിയേ, നൈം ദ ഗാലക്സി വി സീ ഇൻ ദ സ്കൈ. നൈം ദ ഗാലക്സി വി സീ ഇൻ ദ സ്കൈ. ഏത് ഗാലക്സിയാണ്? മിൽക്കി വേ. നൈം ദ ഗാലക്സി വി സീ ഇൻ ദ സ്കൈ. മിൽക്കി വേ. കണ്ടോ, ഇവിടെ മിൽക്കി വേ എന്നാണ് എഴുതാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡു യു മീൻ ബൈ ദ യൂണിവേഴ്സ്? എന്താണ് യൂണിവേഴ്സിൻ്റെ മീനിങ്? സെക്കൻഡ് വൺ നോക്കൂ, വാട്ട് ഈസ് എ ഗാലക്സി? എന്താണ് ഗാലക്സി? തേർഡ് വൺ, വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ? ഫോർത്ത് വൺ, വാട്ട് ഈസ് സോളാർ സിസ്റ്റം? ഫിഫ്ത്ത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ദ യൂണിവേഴ്സ്? ദ യൂണിവേഴ്സ് മീൻസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ സ്പേസ് ഇൻ വിച്ച് വി ലിവ്, that is here together with all the planets and stars. Second one, okay, what is a galaxy? A galaxy is a massive cluster of hundreds and millions of stars orbiting around the center. Third one എന്താണ്? Which planets revolves around the sun? ഏതൊക്കെ planets ആണ്? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Fourth one, what is solar system? എന്താണ് solar system? The sun is the nearest star to our earth. The sun and all the planets along with satellites from the solar system. The word solar means of the sun. Okay, last one നോക്കിയേ, differentiate between stars and planets. സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് അല്ലേ? എന്തായിരിക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റാർസ് എന്നൊരു കോളം, ഒരു സൈഡിൽ സ്റ്റാർസ് എന്ന് എഴുതുക, നെക്സ്റ്റ് പ്ലാനറ്റ്സ് എന്ന് എഴുതുക അല്ലേ? എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ട് ഒരു 2 പോയിൻറ്റ്സ് വീതം നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് വിത്ത് ദ നെയിംസ് ദേ ആർ ഓൾസോ നോൺ ബൈ. നോക്കൂ, കോളം എയിലും കോളം ബിയിലും കുറച്ച് പ്ലാനറ്റ്സും അതിൻ്റെ നെയിംസും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. യുറാനസ്, വീനസ്, എർത്ത്, മാർസ്, സാറ്റേൺ. കോളം ബി നോക്കൂ, റിംഗ്ഡ് പ്ലാനറ്റ്, റെഡ് പ്ലാനറ്റ്, ട്വിൻ പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ്, ലാസ്റ്റ് വൺ 7th പ്ലാനറ്റ് ഫ്രം ദി സൺ. എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചതാണ്, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം കണ്ടുപിടിക്കുക. യുറാനസ്, ഫസ്റ്റ് വൺ യുറാനസ് ആണല്ലേ? ഏതാണ് മാച്ച് ആവുന്നത്? നോക്കിയേ, വായിച്ച് നോക്കിയേ. റിംഗ്ഡ് പ്ലാനറ്റ് ഉണ്ട്, റെഡ് പ്ലാനറ്റ്, ട്വിൻ പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ്, 7th പ്ലാനറ്റ് ഫ്രം ദി സൺ. ഏതാണ് യുറാനസ് എന്ന് പറയുന്നത്? 7th പ്ലാനറ്റ് ഫ്രം ദി സൺ ആണല്ലേ? അപ്പോൾ അതാണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നോക്കൂ, വീനസ്. വീനസ് ട്വിൻ പ്ലാനറ്റ് ആണ്. വീനസ് ട്വിൻ പ്ലാനറ്റ്. തേർഡ് വൺ എർത്ത്. എർത്ത് എന്ന് പറയുന്നത് ബ്ലൂ പ്ലാനറ്റ് ആണ് അല്ലേ? എർത്ത് ബ്ലൂ പ്ലാനറ്റ്. മാർസ് ഏതാണ്? റെഡ് പ്ലാനറ്റ്. മാർസ് റെഡ് പ്ലാനറ്റ്.
ഫിഫ്ത്ത് വൺ നോക്കൂ, സാറ്റേൺ റിംഗ് പ്ലാനറ്റ്. സാറ്റേൺ റിംഗ് പ്ലാനറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ടെക്സ്റ്റിൽ മാച്ച് ചെയ്യുക, നോട്ടിലും ഇത് തന്നെ നമുക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. വി ഡു നോട്ട് സീ എനി ഹെവൻലി ബോഡി അതർ ദാൻ ദ സൺ ഡ്യൂറിങ് ദ ഡേ. We do not see any heavenly body other than the sun during the day. എന്താണ് പറയുന്നത്? പകൽ സമയങ്ങളിൽ സൂര്യനെ അല്ലാതെ നമ്മൾ മറ്റൊന്നിനെയും കാണുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു തന്നതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ദ സൺ ഈസ് എ സ്റ്റാർ. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ, സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഗിവ് റീസൺ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് നോട്ടിൽ എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ലാസ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി കോർണർ. Draw a picture of solar system and name all the members of the solar family. നിങ്ങൾ എന്താണ് ചെയ്യാനുള്ള? ഒരു സോളാർ സിസ്റ്റം വരയ്ക്കണം അല്ലേ? വരച്ചിട്ട് എന്താണ് അതിലുള്ള എല്ലാ സോളാർ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും അതിൽ നിങ്ങൾ കാണിക്കുക. കാണിച്ച് എന്താണ് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഒരു സോളാർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ടീച്ചറിനെ കാണിക്കണം. ഓക്കെ, all of you take your notebooks. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ. ബുക്കിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയ ആക്ടിവിറ്റീസ് ആണ് നോട്ടിലോട്ട് എഴുതാനുള്ളത്. നോക്കൂ, ആൻസർ ഇൻ വൺ വേർഡ് ഓർ എ ഫ്യൂ വേർഡ്സ്. വാട്ട് ആർ കോമറ്റ്സ് കോൾഡ്? എന്താണ് ആൻസർ? ടെയിൽഡ് സ്റ്റാർസ്. വാൽ നക്ഷത്രങ്ങളെയാണ് നമ്മൾ കോമറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ടെയിൽഡ് സ്റ്റാർസ്. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് അതർ നെയിം ഓഫ് പ്ലാനറ്റ്സ്? ഏതാണ്? വാണ്ടറേഴ്സ്. പ്ലാനറ്റ്സിന് പറയുന്ന മറ്റൊരു പേര് വാണ്ടറേഴ്സ്. വിച്ച് പ്ലാനറ്റ് ഡസ് നോട്ട് സ്പിൻ അപ്രൈറ്റ്? ഏത് പ്ലാനറ്റ് ആണത്? യുറാനസ്. Name the galaxy we see in the sky. Name the galaxy we see in the sky. ഏത് ഗാലക്സിയാണ്? മിൽക്കി വേ. Okay, next നോക്കൂ, answer the following questions. What do you mean by the universe? Answer, the universe means everything that exists. It consists of all space in which we live, that is the earth together with all the planets and stars. The universe means everything that exists. It consists of all space in which we live, that is the earth together with all the planets and stars. What is a galaxy? എന്താണ് galaxy? A galaxy is a massive cluster of hundreds and millions of stars orbiting around a center. A galaxy is a massive cluster of hundreds and millions of stars orbiting around a center. Which planets revolves around the sun? ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് സോളാർ സിസ്റ്റം? വാട്ട് ഈസ് സോളാർ സിസ്റ്റം? The sun is the nearest star to our earth. The sun and all the planets along with the satellites form the solar system. The word solar means of the sun. Next നോക്കൂ, differentiate between stars and planets. എങ്ങനെയാണ് എഴുതാനുള്ളത്? സ്റ്റാർസും പ്ലാനറ്റ്സും രണ്ട് കോളം വരയ്ക്കുക. എന്നിട്ട് സ്റ്റാർസിൻ്റെ അവിടെ എന്തൊക്കെയാണ് എഴുതാനുള്ളത്? സ്റ്റാർ ഗിവ് ഔട്ട് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. നെക്സ്റ്റ്, ദേ ഡു നോട്ട് മൂവ് അറൗണ്ട് ദ സൺ ഇൻ ഫിക്സഡ് പാത്സ്. ദേ ആർ സ്റ്റേഷനറി. നെക്സ്റ്റ് നോക്കൂ, പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദേ ആർ റിഫ്ലക്റ്റ് ദ ലൈറ്റ് ഓഫ് ദി സൺ. They reflect the light of the sun. They move around the sun on a set path known as orbit. They move around the sun on a set path known as orbit.
ഓക്കെ, നെക്സ്റ്റ് വർക്ക് നോക്കിയേ. മാച്ച് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് വിത്ത് ദ നൈംസ് ദേ ആർ ഓൾസോ നോൺ ബൈ. കോളം എയിലും കോളം ബിയിലും തന്നിട്ടുണ്ട് അല്ലേ. കോളം എയിൽ ഏതൊക്കെയാണ്? യുറാനസ്, വീനസ്, എർത്ത്, മാർസ്, സാറ്റേൺ. നെക്സ്റ്റ് കോളം ബി നോക്കൂ. റിംഗ്ഡ് പ്ലാനറ്റ്, റെഡ് പ്ലാനറ്റ്, ട്വിൻ പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ്, ദെൻ ലാസ്റ്റ് 7th പ്ലാനറ്റ് ഫ്രം ദി സൺ. നോക്കൂ, യുറാനസ്. ഫസ്റ്റ് വൺ യുറാനസ് ആണ് അല്ലേ. ഏതാണ് മാച്ച് ആകുന്നത്? 7th പ്ലാനറ്റ് ഫ്രം ദി സൺ. 7th പ്ലാനറ്റ് ഫ്രം ദി സൺ. ഓക്കെ, നെക്സ്റ്റ് വീനസ്. വീനസ് ട്വിൻ പ്ലാനറ്റ്. എർത്ത് ബ്ലൂ. എർത്ത് ഏതാണ്? ബ്ലൂ പ്ലാനറ്റ്. മാർസ്. മാർസ് ഏതാണ്? റെഡ് പ്ലാനറ്റ്. സാറ്റേൺ റിംഗ് പ്ലാനറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ആക്ടിവിറ്റി. ഗിവ് റീസൺ. വി ഡു നോട്ട് സീ എനി ഹെവൻലി ബോഡി അതർ ദാൻ ദി സൺ ഡ്യൂറിങ് ദ ഡേ. നമുക്ക് പകൽ സമയങ്ങളിൽ സൂര്യനെ അല്ലാതെ മറ്റൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ഗിവ് റീസൺ. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുതുക. ഓക്കെ, നോക്കൂ. നെക്സ്റ്റ് വൺ. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. എന്തുകൊണ്ട്? ഓക്കെ, ഇതുപോലെ സ്വന്തമായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ.